Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ how to add professional slow motions to our cinematic video. നമ്മുടെ സിനിമാറ്റിക് വീഡിയോസിൽ മാനുവലായിട്ട് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെ പ്രൊഫഷണൽ സ്ലോ മോഷൻസ് ആഡ് ചെയ്യാം എന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കെയിൻ മാസ്റ്ററിലല്ല, നമ്മൾ ഈ ഒരു സ്ലോ മോഷൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ VN എഡിറ്ററിലാണ്. അപ്പോൾ VN എഡിറ്ററിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഷോർട്ട് റിവ്യൂ വരാം. സോ VN എഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കെയിൻ മാസ്റ്ററിന് കണക്ക് തന്നെ ഒരു നമ്മുടെ സീക്വൻസ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്ററാണ് നമ്മുടെ VN എഡിറ്റർ എന്ന് പറയുന്നത്. പിന്നെ VN എഡിറ്ററിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ട് എടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പേ അല്ല, ഫുൾ ഫ്രീ ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്യാനും കഴിയുന്നതാണ്. നമ്മൾ ഈ ഒരു വീഡിയോ VN എഡിറ്ററിൽ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെയിൻ മാസ്റ്ററിൽ നമ്മുടെ സ്ലോ മോഷൻ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ബട്ട് നമ്മുടെ VN എഡിറ്ററിലോട്ട് വരുന്ന ടൈമിൽ അവിടെ നമുക്ക് മാനുവലി നമുക്ക് നമ്മുടെ സ്ലോ മോഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് VN എഡിറ്ററാണ്. അപ്പോൾ VN എഡിറ്റർ ഇല്ലാത്തവർ എന്തായാലും പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. ഉള്ളവർ അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കണിൽ പോയതിനു ശേഷം അവിടെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇപ്പോൾ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഏതാണ്, അതായത് നിങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കേണ്ട വീഡിയോ ഏതാണ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ മേലെ ടിക്കൊക്കെ കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. സോ ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ താഴോട്ട് വരുന്ന ടൈമിൽ അവിടെ സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിരിക്കും. സോ സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് 4 ഡോട്ട്സ് കാണാനായിരിക്കും. സോ ഈ ഒരു 4 ഡോട്ട് വരിയിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഫുൾ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു സ്പീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് മുകളിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിരിക്കും. സോ ഇവിടെ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ ഓൾറെഡി സ്റ്റോക്ക് ആയിട്ട് ചെയ്ത് വെച്ചേക്ക് അത്യാവശ്യം കുറച്ച് സ്ലോ മോഷൻസ് അവിടെ കാണാനാണ്. സോ ഈ ഒരു പ്രീസെറ്റ്സ് എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊരു പ്രീസെറ്റ് ആയാലും നമ്മുടെ ഏതൊരു ബി റോളിൽ ഇട്ടാലും അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ലോ മോഷൻ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വരുന്ന രീതിയിലുള്ള പ്രീസെറ്റ്സ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അതെല്ലാം നിങ്ങൾക്ക് മാനുവലി കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട ഒരു 3 ഡോട്ടിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ നമുക്ക് ഇതേപോലെ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലോട്ട് പോകുന്ന ടൈമിലൂടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിരിക്കും. സോ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ മറ്റേ ഓട്ടോമാറ്റിക്കലി എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. സോ എക്സ്പോർട്ട് ആവുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കുക, അതല്ല ഈ വീഡിയോക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. അതിനുശേഷം സേവ് ആയതിനു ശേഷം അവിടെ നിങ്ങൾക്ക് സേവ് ടു ആൽബം എന്ന് പറഞ്ഞ് കാണും. സോ സേവ് ടു ആൽബം കൊടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഗാലറിയിൽ അതൊന്ന് സേവ് ആയി കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പമായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്മൂത്ത് സ്ലോ മോഷൻസ് നിങ്ങളുടെ ബി റോൾസിലെല്ലാം ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ മാനുവലി സ്ലോ മോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിഞ്ഞിടാത്തവർക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഫിലിം മേക്കിംഗ് കണ്ടൻറ്റാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിലിം മേക്കിംഗ് കണ്ടൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കിംഗ് കണ്ടൻറ്റായിട്ട് തന്നെ കാണാം. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ ഗായ്സ്.